എൻ്റെ സർവീസ് മാറ്റർ ശുദ്ധമായ സർവീസ് മാറ്ററാണ്. ഡോക്ടർ ജയതിലകം വ്യാജമായിട്ട് 2 റെക്കോർഡ് ഗോപാലകൃഷ്ണൻ വഴി ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്ത്, ഇത് ഞാൻ വേറൊരു വിവരാവശം കാണിച്ചു തരാം. ഇത് നോക്കൂ, 2 കത്തുകൾ 7/6/24 3/7/24 2 കത്തുകൾ ഗോപാലകൃഷ്ണൻ ഒപ്പിട്ടിട്ട് ജയതിലകന് കൊടുത്തതായിട്ടും ഫയലിൽ കാണാം. ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം എനിക്കെതിരെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. എന്നിട്ടത് മാതൃഭൂമിക്ക് കൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തെ അന്വേഷിക്കാൻ ആരും ഏൽപ്പിച്ചിട്ട് പോലുമില്ല. ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാൻ വേണ്ടി ACS സ്വന്തം നിലയ്ക്കുള്ള പ്രൊവിഷനൊന്നും ഇല്ല. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റും വ്യാജമായിട്ട് അപ്ലോഡ് ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു കടലാസ് സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ചട്ടമുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിൽ ചാപ്റ്റർ 4 പ്രകാരം അതെങ്ങനെയാണ് തപാലിലേക്ക് എടുക്കേണ്ടത്, അത് എല്ലാവർക്കും അറിയാവുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരാണ്, എങ്ങനെയാണ് ആ പ്രോസസ്സ് ഫോളോ ചെയ്തത്, ഇതെല്ലാം വേണം. അപ്പോൾ ഞാനിത് വിവരാവകാശത്തിൽ സിമ്പിളായിട്ട് ചോദിച്ചു, ഈ കത്ത് എവിടെ? അപ്പോൾ ഈ കത്ത് ഫിസിക്കലി, പണ്ട് ജഗതി പറഞ്ഞ പോലെ, ഈ കത്ത് ഈ കത്ത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഈ കത്ത് നോക്കുമ്പോൾ ഫിസിക്കലി അങ്ങനെ ഒരു കത്ത് വന്നിട്ടേ ഇല്ല എന്ന് RTIയിൽ വരെ ജസ്റ്റ് വായിച്ചു.